നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. ഇറാൻ തകർത്ത അമേരിക്കൻ വിമാനത്തിലെ പൈലറ്റിനെ കണ്ടെത്തി. ആരോഗ്യ വിവരം പുറത്തുവിടാതെ US. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണം. കുവൈറ്റിലും ബഹ്റൈനിലും തിരിച്ചടി. ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തോട് പ്രതികരിക്കാതെ ഇറാൻ. വോട്ടെടുപ്പിന് ഇനി 4 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിൽ. ബേപ്പൂരിൽ അമിത്ഷായുടെ റോഡ് ഷോ. മല്ലികാർജുൻ ഖർഗെയും കേരളത്തിൽ. രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ടായാൽ വനിതാ പ്രവർത്തകർ സ്വയം ബ്ലൗസ് വലിച്ചു കീറണമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ്. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട്, ജിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്. അയാൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാജേശ്വരിയോട് അടുത്ത് കൊന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് നോക്കണം. രാജേശ്വരി ആദിവാസിയാണ്, പിന്നെ വകുപ്പിന്റെ അവിടെ നമുക്കറിയാൻ ചെയ്യേണ്ട കാര്യം. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വിദ്വേഷ പ്രസംഗം. മുനാഫിക്ക് പദപ്രയോഗം നടത്തിയത് വനിതാ ലീഗ് നേതാവ്. രാവിലെ ഒരു കൊടി പിടിച്ച് ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച് വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് ഓട്ടപ്പെടുത്തുവാൻ വരികയാണെങ്കിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ഇന്ന് ഈസ്റ്റർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ഐക്യം വളർത്താൻ ആഹ്വാനവുമായി സഭാധ്യക്ഷന്മാർ. ഒരു വോട്ടും പാഴാക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് മാർ ക്ലിമീസ്. ലൈംഗിക അതിക്രമ പരാതിയിൽ രഞ്ജിത്തുമായി തെളിവെടുപ്പ്. കാരവനിൽ ഉൾപ്പെടെ തെളിവെടുപ്പ്. രഞ്ജിത്ത് നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ. ട്രക്കിങ്ങിനിടെ കുടകിൽ കാണാതായ മലയാളി യുവതിക്കായി തെരച്ചിൽ തുടരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും നിരാശ. ചെങ്കുത്തായ പ്രദേശവും വന്യജീവി ശല്യവും തെരച്ചിലിന് വെല്ലുവിളി. 2 ദിവസം മുൻപ് കാണാതായത് നാദാപുരം സ്വദേശിനിയായ ശരണ്യയെ. കർണാടക ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു KC വേണുഗോപാൽ. വാർത്തയിലേക്ക് വിശദമായി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിലപാട് വ്യക്തമാക്കാതെ ഇറാൻ. അമേരിക്ക കടുത്ത നടപടികളിലേക്ക് കടന്നാൽ നരകം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ അനുകൂലിക്കുന്നുവെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിനിടെ ഇറാൻ തകർത്ത US യുദ്ധവിമാനത്തിലെ പൈലറ്റിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണമുണ്ടായി. ഇറാൻ കുവൈറ്റിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി VV വിനോദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിനോദ്, ഇതുപോലെ ഒരു അന്ത്യശാസന സമയം നേരത്തെയും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ 48 മണിക്കൂർ പൂർണ്ണമാകുന്നതിന് മുൻപാണ് ട്രംപ് ഇടക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ മറ്റൊരു 48 മണിക്കൂറിന്റെ അന്ത്യശാസന സമയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? ട്രംപ് പിന്മാറാനുള്ള സാധ്യതയുണ്ടോ, അതോ പ്രവചിക്കാനാകാത്ത ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? രണക, പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് ഈ US-ന്റെ പൈലറ്റ് 2 വിമാനങ്ങളാണ് തകർന്നത്. ഓരോ പൈലറ്റ് വീതമാണ് ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആളെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ പൈലറ്റിനെ കൂടി കിട്ടിയെന്ന ഒരു വിവരം നേരത്തെ പുറത്തു വന്നു. ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ പൈലറ്റിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നേരത്തെ തന്നെ കുവൈറ്റിൻ്റെ മേഖലയിലാണ് പൈലറ്റ് ഇറങ്ങിയത് ഇജക്ട് ചെയ്ത് പാരച്യൂട്ടിൽ അദ്ദേഹം ഇറങ്ങിയത് കുവൈറ്റിൻ്റെ മേഖലയിലാണ് എന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇറാൻ പൈലറ്റിനെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇറാൻ്റെ തന്നെ ആ പ്രവിശ്യകളിലായിരുന്നു ഇറാൻ്റെ പരിശോധന. ഇപ്പോഴും ഇങ്ങനെ ഒരു വിവരം വരുമ്പോഴും അത് പൂർണ്ണമായും ഇറാൻ മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തങ്ങളുടെ മേഖലയിൽ തന്നെ ആകണം പൈലറ്റ് ഇറങ്ങിയത് എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഇറാൻ ഉള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ
ഒരു സ്ഥിരീകരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരു വിശദീകരണം വരുമ്പോൾ ഇനി ഇറാൻ ഈ തിരച്ചിൽ തുടരുമോ എന്ന കാര്യത്തിൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ 63 ലക്ഷം രൂപയാണ്, ഇന്ത്യൻ മണിയാണ്, പൈലറ്റിന് ജീവനോടെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞത്. 2 വിമാനങ്ങളാണ്, F-15 അതോടൊപ്പം തന്നെ A-10 തണ്ടർബോൾട്ട്, ഇങ്ങനെയുള്ള 2 യുദ്ധവിമാനങ്ങളാണ് തകർന്നു വീണത്. 2ഉം വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നു വീറുന്നതാണ്. രേണുക ചോദിച്ചതുപോലെ തന്നെ ഈ 48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം അത് ഇന്ന് രാത്രിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഹോർമുസിൽ കച്ചവട താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന ഒരു വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീവ്രവാദത്തിനെതിരെ എന്ന പോരാട്ടം പുറമേ പറയുന്നതാണ്. പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം ഹോർമുസിലെ സമ്പാദ്യം തന്നെയാണ്, അല്ലെങ്കിൽ അതുവഴി ലഭിക്കുന്ന ധനം തന്നെയാണ് എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചയിൽ ഇറാൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു മധ്യസ്ഥ വഹിക്കാമെന്ന താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ നടന്നിട്ടില്ല. ബുഷഹറിലെ ആണവ നിലയം, ഇറാനിലെ ആണവ നിലയമാണ്, അവിടെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. ഇറാൻ ഇപ്പോൾ നൽകുന്നൊരു മുന്നറിയിപ്പ് ഒരുപക്ഷെ GCC രാജ്യങ്ങൾ മുഴുവൻ നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ആണവ നിലയങ്ങൾ തകർത്താൽ ഒരുപക്ഷെ ടെഹ്റാനിലേക്ക് ഈ ആണവ വികിരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പെർഷ്യൻ കടലിടുക്കിൻ്റെ മറുവശത്തുള്ള, അതായത് ഇറാൻ ഒരു വശത്തെ തീരത്താണ്, മറു തീരത്തുള്ള കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം ഇറാൻ മുന്നറിയിപ്പായി നൽകുന്നു. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകുന്നത് മാത്രമല്ല GCCയെ കാത്തിരിക്കുന്ന അപകടം, മറിച്ച് ഇങ്ങനെ ഒരു സഹായം അമേരിക്കയ്ക്ക് ചെയ്യുമ്പോൾ അവർ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ അതിൻ്റെ ദുരന്തം പേറേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചില ആശ്വാസകരമായ വാർത്തകളുണ്ട്. 15 കപ്പലുകൾ കൂടി രാജ്യത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മംഗലൂരു തീരത്ത് 44,000 ടൺ LPGയുമായുള്ള കപ്പൽ അടുത്തു എന്ന ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത കൂടി ഉണ്ട്. തീർച്ചയായും അത് ആശ്വാസമാണെങ്കിലും യുദ്ധം കനക്കുകയാണെങ്കിൽ എന്താകും സാഹചര്യം എന്ന ആശങ്കകൾ കൂടി നിലനിൽക്കുകയാണ്. വിനോദ്, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളുണ്ടോ? കഴിഞ്ഞ അന്ത്യശാസനം അത് ചർച്ചകളിലൂടെ അത് ഒരു ആശ്വാസകരമായ സാഹചര്യത്തിലേക്ക് എത്തി എന്നതായിരുന്നു ട്രംപ് സൂചിപ്പിച്ചത്. ഇറാൻ ആവർത്തിച്ച് അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പ്രസ്താവിക്കുന്ന സാഹചര്യവുമൊക്കെ അതിനുശേഷമുണ്ടായി. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥത ചർച്ചകളോ നേരിട്ടല്ലാതെയുള്ള അനുനയ നീക്കങ്ങളോ നടക്കുന്നുണ്ടോ? 48 മണിക്കൂറിൻ്റെ അന്ത്യശാസനം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും ട്രംപ് അങ്ങനെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും അന്ത്യശാസനം എന്ന ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നിലപാടുകളിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമോ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം തൊട്ട് പിന്നാലെ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു രീതിയായിരുന്നു. പിന്നീട് 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഇറാൻ അംഗീകരിക്കുന്നില്ല. ട്രംപിനെ സംബന്ധിച്ചും ഇപ്പോൾ ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. നാറ്റോയുമായി തെറ്റി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. കാരണം കാനഡയും അമേരിക്കയും ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല. അവരെല്ലാം തന്നെ പിന്മാറി നിൽക്കുന്നു. അവിടുത്തെ നേതാക്കളെ വ്യക്തിപരമായി ട്രംപ് അധിക്ഷേപിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരെയുള്ള വലിയ പടയൊരുക്കം നടക്കുന്നു. അല്ലെങ്കിൽ ഈ വിഷയം നേരത്തെ സെനറ്റിൽ വന്നപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിനെതിരായി വോട്ടുകൾ പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഇടക്കാല ഹിതപരിശോധന വരികയാണ്. സർക്കാരിൻ്റെ കാര്യത്തിലുള്ള ഹിതപരിശോധന വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് അനുകൂലമായ സാഹചര്യമല്ല അമേരിക്കയിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ട്രംപ് ഒഴിവാക്കുന്ന ഒരു നില കൂടിയുണ്ട്. രേണുക, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളിലൊന്നായി ഇതോടെ ഇന്ത്യ മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് വന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPGയുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈഗ്, BW എൽമ എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എണ്ണയും LPGയും എത്തിച്ച മറ്റ് കപ്പലുകൾ. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഏകദേശം 485 ജീവനക്കാരുമായി 15ലധികം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഇപ്പോഴും ഗൾഫ് മേഖലയിലുണ്ട്. യുദ്ധങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകരുതെന്ന് മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശം.
സമാധാനത്തിനായി പ്രവർത്തനം തുടരണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് മാർപ്പാപ്പ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഈസ്റ്ററിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഈസ്റ്റർ ഐക്യത്തിലേക്കുള്ള വാതിലാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയെ ഇതുവരെ കണ്ടെത്താനായില്ല. പോലീസും വനം വകുപ്പും സംയുക്തമായി പരിശോധന തുടരുകയാണ്. ഡോഗ് സ്ക്വാഡും പരിശോധനാ സംഘത്തിലുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ചെങ്കുത്തായ വനപ്രദേശമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. വന്യജീവികളുടെ വിഹാര കേന്ദ്രമായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ശരണ്യയുടെ പിതാവ് ഗോപി ആവശ്യപ്പെട്ടു. ഏപ്രിൽ 2-നാണ് ശരണ്യ ട്രക്കിംഗ് ആരംഭിച്ചത്. കുടകിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ തടിയണ്ടമോൾ കയറാനാണ് വ്യാഴാഴ്ച ശരണ്യ കുടകിലെത്തിയത്. ശരണ്യയുടെ സഹോദരൻ ശ്യാം കുടകിലെത്തി. KV ബൈജുവും MS അനീഷ് കുമാറും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ശരണ്യയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഫലം കണ്ടില്ല എന്ന് വരുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? രേണുക, കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ 3-ാം സ്ഥാനത്തുള്ള സ്ഥലമാണ് തടിയൻഡമോൾ. വലിയ തോതിൽ ട്രക്കിംഗ് സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സാഹസിക വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ താഴ്വാരം വരെ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഇടം കൂടിയാണ്. അത്തരമൊരു ഇടത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള IT പ്രൊഫഷണലായ നാദാപുരം സ്വദേശിനിയായ ശരണ്യ ഒറ്റയ്ക്ക് എത്തിയത്. ഏപ്രിൽ 1-ന് ശരണ്യ എത്തുകയും അവിടുത്തെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 2-ന് രാവിലെയാണ് ട്രക്കിങ്ങിനായി ഈ തടിയൻഡമോൾ ഭാഗത്തേക്ക് പോകാനെത്തിയത്. ഒറ്റയ്ക്ക് അവിടേക്ക് ആളുകളെ വിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് അധികൃതർ ഇക്കാര്യങ്ങൾ അറിയിച്ചു. സാധാരണഗതിയിൽ ഒരു ടീം എന്ന രീതിയിൽ മാത്രമേ ആളുകളെ കടത്തിവിടാറുള്ളൂ. അങ്ങനെ മറ്റു 9 പേരോടൊപ്പമാണ് ഈ തടിയൻഡമോൾ പീക്കിലേക്ക് ശരണ്യ പോയത്. പക്ഷേ വൈകുന്നേരം ട്രക്കിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ള 9 പേരടങ്ങുന്ന സംഘം മടങ്ങിയെത്തിയെങ്കിലും ശരണ്യ തിരിച്ചു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പ്രാദേശികമായ ഹോം സ്റ്റേയിലെ ജീവനക്കാരും അടുത്തുള്ള ആളുകളും ചേർന്ന് ഒരു തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ശരണ്യയുടെ ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു. താൻ മറ്റ് സംഘങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിലെ ഒരു വിജനമായ സ്ഥലത്താണ് താൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ തെക്ക് ഫോറസ്റ്റ് എന്ന ഒരു അത്തരമൊരിടത്താണ് താൻ നിൽക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ആ ഫോണിൽ ലൊക്കേഷൻ കിട്ടാത്ത അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. പലവട്ടം ഹോം സ്റ്റേയിൽ നിന്നും വിളിച്ചു നോക്കി, പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. അതൊരു പക്ഷേ മൊബൈലിലെ ചാർജ് തീർന്നായിരിക്കണം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയത്. ഇതിനുശേഷമാണ് പിന്നീട് ഹോം സ്റ്റേയിലെ അധികൃതർ ഫയർഫോഴ്സിന് വനംവകുപ്പിനെയും പോലീസിനെയും ഒക്കെ ഈ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. പ്രാദേശിക തലത്തിലെ യുവാക്കളടക്കമുള്ള നാട്ടുകാരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരച്ചിൽ നടത്തിയെങ്കിലും ശരണ്യയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന ഒരു മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന നായകൾ, പോലീസ് നായകളും ഒപ്പം ഡ്രോണും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. മൊബൈൽ ട്രാക്കിംഗ് സംവിധാനം കാര്യക്ഷമമാവാത്ത ഒരു സാഹചര്യമാണ്. അതായത് ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായതുകൊണ്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. എന്തായാലും ഇന്ന് രാവിലെയും വലിയ ഒരു നിര തന്നെ, ഏതാണ്ട് 60ഓളം പേർ വരുന്ന സംഘമാണ് കാട്ടിലേക്ക് ശരണ്യയെ തിരഞ്ഞ് പോയത്. ഈ ഏറ്റവും
ഏറ്റവും ഉയരമുള്ള തടിയൻ്റെ മുകളിലെ കൊടുമുടിയിൽ നിന്നും താഴ്വാരത്തിലേക്കുള്ള ഭാഗത്ത് രാവിലെ ചില ശബ്ദങ്ങൾ കേട്ടതായൊക്കെ കുടകിൽ പോയിരിക്കുന്ന നാദാപുരത്തു നിന്നുള്ള ചില ആളുകൾ പറയുന്നു. ഇതേ തുടർന്ന് ഒരു വലിയ സംഘം അവിടേക്ക് എത്തി ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ താഴ്വാരത്തിനോട് ചേർന്നാണ് പിന്നീട് ഒരു പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. ഒപ്പം ഈ ഹെലികോപ്റ്ററിന്റെ മറ്റും സേവനവും ഈ തെരച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നു. സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുന്നു എന്നതാണ് അനീഷ് നൽകുന്ന വിവരം. അതേസമയം തന്നെ തെരച്ചിൽ ഊർജിതമാക്കണം എന്നൊരാവശ്യമാണ് ശരണ്യയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ശരണ്യയുടെ അച്ഛന്റെ പ്രതികരണം കേട്ടതിന് ശേഷം അനീഷിലേക്ക് തിരിച്ചത്. വ്യാഴാഴ്ച ഒരു പോയി കൊടക് ഏതോ വലിയ മല ഏതൊന്നും അറിയില്ല. അപ്പോൾ മല കയറി ഇറങ്ങിയപ്പോൾ ഇവർ കണ്ടില്ല. ഇത് വഴിതെറ്റിയതാണ് അറിഞ്ഞത്. വഴിതെറ്റിപ്പോയിന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവിടെ അന്വേഷണം നടന്നു പോകുന്നത്. നടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെയും പരാതിയെല്ലാം കൊടുത്തു. പക്ഷേ ഇതുവരെ വിവരം കിട്ടിയില്ല. വിവരം പിന്നീടൊന്നും ലഭിച്ചില്ല എന്നതാണ് ശരണ്യയുടെ അച്ഛൻ പറയുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, സാധ്യമായ രീതിയിൽ തെരച്ചിൽ ഊർജിതപ്പെടുത്തണം എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഫലം കാണാത്തൊരു സാഹചര്യമുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യം വലിയ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നൊരു ഘടകമുണ്ട്. പക്ഷേ ശരണ്യയുടെ സഹോദരൻ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെ മറ്റു മാർഗങ്ങളാണ് തേടുന്നത്? സാധ്യമായ മറ്റ് രീതികൾ എന്തൊക്കെയാണ് ഈ അകപ്പെട്ടു പോയ ശരണ്യെ കണ്ടെത്താനായി ഉള്ളത്? രേണുക, ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ അത്ര ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തിയില്ല എന്ന പരാതി ശരണ്യയുടെ സുഹൃത്തുക്കൾക്കടക്കം ഉണ്ട്. പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയെന്ന് പറയുമ്പോഴും അതൊന്നും ഫീൽഡിൽ കാണാനില്ല എന്ന ഒരു പരാതി അവർ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായി വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഡ്രോൺ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ സ്നിഫർ ഡോഗ്സ്, ഈ മണം പിടിച്ച് മനുഷ്യഗന്ധം തിരിച്ചറിഞ്ഞ് ആളുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന ആ സ്നിഫർ ഡോഗുകളുടെയും മറ്റുമൊക്കെ സഹായം തേടിയെന്ന് പറയുമ്പോഴും അതൊന്നും സമയബന്ധിതമായി തെരച്ചിലിന് എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ ആണെങ്കിലും വൈകിയാണ് കാര്യങ്ങൾ ഉണർന്നത് എന്ന ഒരു പരാതിയൊക്കെ അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ആളെ കാണാതെ വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണർന്നുള്ള ഒരു തെരച്ചിൽ ഉണ്ടായില്ല എന്ന പരാതിയുണ്ട്. പക്ഷേ സർക്കാർ നൽകുന്ന വിശദീകരണം വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ സേവനം ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. അതീവ ദുർഘടമായ ഒരു വനമേഖലയാണ്. ഇടതൂർന്ന മരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു കാടാണ്. ഒപ്പം കാട്ടിനുള്ളിൽ പലപ്പോഴായി മഴ പെയ്യുന്നുണ്ട്. ആ മഴ തെരച്ചിലിന് തിരിച്ചടിയാവുന്നു. ഒപ്പം വന്യജീവികളുടെ വലിയ ശല്യമുള്ള ഒരു ഏരിയയാണ് ഈ തടിയൻ്റെ മോൾ വനമേഖല തന്നെ. അല്ലെങ്കിൽ ആ തടിയൻ്റെ മോൾ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഏറ്റവും വെല്ലുവിളിയാവുന്ന ഒരു ഘടകം ഈ കാട്ടുമൃഗങ്ങളുടെ ആ ഭീഷണിയാണ്. ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ പലപ്പോഴായി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഒറ്റതിരിഞ്ഞൊക്കെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളെ ട്രക്കിങ്ങിന് പോലും വനംവകുപ്പ് അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. യുവനടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തുമായി തെളിവെടുപ്പ് നടന്നു. ലൈംഗിക അതിക്രമം നടന്ന കാരവനിൽ ഉൾപ്പെടെയായിരുന്നു തെളിവെടുപ്പ്. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ രഞ്ജിത്തിനെ 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് കാരവൻ ഡ്രൈവർ മൊഴി നൽകി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, യുവനടിയെ നേരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതിൻ്റെ പേരിലുള്ള കേസ് രഞ്ജിത്തിനെ അതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. തെളിവെടുപ്പ് നടത്തിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നും അതേ സെറ്റിലുണ്ടായിരുന്ന, അതായത് ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന നടിയെ ആക്രമിച്ചു എന്ന് കരുതുന്ന കാരവാൻ ഉൾപ്പെടെ 2 കാരവാനുകളാണ്. അതിലേത് എന്നുള്ള കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് 2 കാരവാനുകളെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും രഞ്ജിത്തിനെ AR ക്യാമ്പിലേക്ക് എത്തിച്ചു. AR ക്യാമ്പിൽ എത്തിച്ച് കാരവാനിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും AR ക്യാമ്പിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തന്നെ രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും വൈദ്യപരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാളെ വൈകുന്നേരം 4 മണി വരെ ആയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ വിട്ടത്. അതേസമയം ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ പൂർത്തിയായിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. അതേ തുടർന്ന് ഇന്ന് 2 മണിയോടുകൂടി രഞ്ജിത്തിനെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കും. തുടർ നടപടികളിലേക്കും കടക്കും. നാളെ തന്നെ ഒരുപക്ഷേ രഞ്ജിത്തിനെ
രഞ്ജിത്തിന് ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ പ്രധാനമായും രഞ്ജിത്ത് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉടനീളം ഉറച്ചു നിന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചനയാണ്. തനിക്കെതിരെ ഉണ്ടായ ഗൂഢാലോചനയാണ്, താൻ തെറ്റും ചെയ്തിട്ടില്ല. ഈ കാര്യമാണ് രഞ്ജിത്ത് ഈ ചോദ്യം ചെയ്യലിൽ ഉടനീളം പറഞ്ഞത്. അതുമാത്രമല്ല, കാരവാൻ്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹവും ഇത്തരത്തിലൊരു കാര്യം തനിക്ക് അറിയില്ല എന്നാണ്. അതേസമയം ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന പലരും ഈ പെൺകുട്ടി കാരവാനിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ളതിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതായിട്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്തിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തൊക്കെ ആയാലും റിമാൻഡിൽ പോയ രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത്. പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട സാഹചര്യത്തിൽ തന്നെ ഈ നാളെ വൈകുന്നേരം വരെ അനുവദിച്ചിരുന്ന സമയം, അതായത് രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യാനില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി രഞ്ജിത്തിനെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചൊവ്വാഴ്ച രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയായിരുന്നു. അതായത് തിങ്കളാഴ്ച വരെ 4 മണി വരെ ആ സമയം അനുവദിച്ച ശേഷം തിരിച്ച് മജിസ്ട്രേറ്റിന് മുൻപിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഹാജരാക്കുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നായിരുന്നു അറിഞ്ഞത്. പക്ഷേ ഇന്ന് തന്നെ രഞ്ജിത്തിനെ 2 മണിക്ക് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാഹചര്യം ഏറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സെറ്റിലുള്ള കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീളും, കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നീളുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെ സഹായിച്ചിട്ടുള്ള ആളുകളെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ സിനിമാ സെറ്റിലുണ്ടായിരുന്ന മറ്റാളുകളെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ തെളിവെടുപ്പിന് ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ രഞ്ജിത്തിനെ ഹാജരാക്കും. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ള സാഹചര്യവും നിലനിൽക്കും. കുന്നമംഗലം കുരുക്കത്തൂരിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. വിഷ്ണുവിനെയാണ് കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു, മനഃപൂർവ്വമുള്ള നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു എന്നാണ് വിഷ്ണുവിന്റെ മൊഴി. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി. അപകട സമയത്ത് 5 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന. വികസനവും വയനാട് പുനരധിവാസ ഫണ്ട് വിവാദവും അവസാന ലാപ്പിൽ ചർച്ചയാക്കുകയാണ് ഇടതുപക്ഷം. ഡീൽ മുതൽ SDPI ബന്ധം വരെ ഉയർത്തിയാണ് UDF കളം നിറയുന്നത്. അവസാന ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കളെ ഇറക്കിയുള്ള റോഡ് ഷോ ഉൾപ്പെടെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് BJPയും. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണം. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, മറ്റന്നാൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. വിവിധ വിഷയങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷവും UDFും ആയുധമാക്കുന്നു. എങ്ങനെയാണ് അവസാന ലാപ്പിലെ പ്രചരണം പുരോഗമിക്കുന്നത്? രേണുക സൂചിപ്പിച്ചതുപോലെ ഇനി 3 ദിവസം മാത്രം പരസ്യ പ്രചരണത്തിന്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞും. ഇത് ഈ നിമിഷങ്ങളിൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പരസ്യ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കൾ കളം നിറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുക ആരോപണത്തിന് അത് തന്നെയാണ് മുഖ്യമായും ഉള്ള നീക്കം. ഇതിൽ ശബരിമല വിഷയം വീണ്ടും അവസാന ഘട്ടത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാഹുൽ ഗാന്ധി നടത്തിയ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തുണ്ടാകും എന്നതാണ് അറിയേണ്ട കാര്യം. നമുക്കറിയാം, ഇടതു ക്യാമ്പിൽ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പ്രധാനമായും കളം നിറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്നും നാളെയുമായി റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതിനുശേഷം അദ്ദേഹം പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നടന്ന വിഷയങ്ങൾക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന നിലപാടെടുക്കുന്നത്, അതായത് പോളിംഗ് ബൂത്തിലേക്ക് മുന്നിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് പറച്ചിൽ കൂടി ഉണ്ടാവും. ഇതിനിടയിൽ മറ്റ് ദേശീയ നേതാക്കൾ എല്ലാവരുമുണ്ട്. എന്തായാലും കേരളത്തിൽ BJPയും ഒപ്പം CPMും തമ്മിൽ ഒരു അലയൻസ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഇവിടെ ക്യാമ്പയിൻ നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. UDF സംസ്ഥാന തലത്തിൽ അത് ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് അവർ വാദിക്കുമ്പോൾ അതേസമയം ഇതിന് മറുപടി നൽകുന്ന നീക്കം തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ ഇടതു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. BJPയും കളം നിറയുകയാണ്. ഇതിനിടയിൽ പുറത്തുവന്ന പല സർവേ റിപ്പോർട്ടുകളും സംസ്ഥാനത്തിൻ്റെ മത്സരചിത്രം വ്യക്തമാക്കുന്നതാണ്. ഇഞ്ചോടിഞ്ച് മത്സര സ്വഭാവം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും മുന്നണിക്ക് മാത്രം ആധിപത്യം, കൂടുതൽ ആധികാരികത നൽകുന്ന ഒരു സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവേ റിപ്പോർട്ടുകളെ 3 മുന്നണികളും ഒരേപോലെ തന്നെ തള്ളുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ പോർമുഖം ഏത് മുന്നണിക്ക് അനുകൂലമെന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ 3 ദിവസവും നിർണായകമാണ് എന്നാണ് സാഹചര്യം. ദേശീയ
നേതാക്കളൊക്കെ കളം പിടിക്കുന്നു. അവസാന ഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ മറുഭാഗത്തു നിന്നുമുണ്ടാകും. അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കളത്തിലുണ്ട്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുണ്ട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാന നേതാക്കളെ കോൺഗ്രസും കളത്തിലിറക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇടത് ക്യാമ്പുകളിൽ ഈ ആരോപണങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും പ്രധാനമായി ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നതാണ് പ്രത്യേകത. വിജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെയുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചരണം. ഒപ്പം ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടുതൽ കളം പിടിക്കുന്നു പ്രചരണത്തിൽ എന്നതുകൂടി കാണുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരാശങ്കയും ഇല്ലെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോവുകയാണ്. ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പാളിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. മുന്നോട്ട് നീങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരാശങ്കയും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോകുന്നു. ഇത് ധർമ്മടം മണ്ഡലം എല്ലാ കാലത്തും LDFന്റെ ശക്തി കേന്ദ്രമാണ്. മങ്കട മണ്ഡലത്തിൽ പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം വിധി നിർണ്ണയിക്കുക അടിയൊഴുക്കുകളാകുമോ എന്നതാണ്. മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിന്റെ മർമ്മമറിയുന്ന ലീഗ് വിമതനായ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് വോട്ട് ചോർത്തുമോ എന്നുള്ളതാണ് UDFന്റെ ആശങ്ക. എക്കാലവും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പ്രായോഗിക തന്ത്രങ്ങൾ പയറ്റി വിജയിച്ചു തെളിഞ്ഞ മഞ്ഞളാംകുഴി അലിക്ക് അനുകൂലമായി എല്ലാ തവണയും പോലെ ഇത്തവണയും ഇടതുപക്ഷത്തിൽ നിന്നും വോട്ടൊഴുകിയാൽ മങ്കട ലീഗിന്റെ പച്ചക്കോട്ടയായി തന്നെ തുടരും. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടകളിൽ ഒന്നായിരുന്നു മങ്കട. 2006 മഞ്ഞളാംകുഴി അലി ഇടതുപക്ഷ സ്വതന്ത്രനായി ഒരിക്കൽ മാത്രമാണ് ഇത് ഇടതുപക്ഷത്തിൻ്റെതാക്കി മാറ്റിയത്. പിന്നീട് മഞ്ഞളാംകുഴി അലി ലീഗിനൊപ്പം ചേർന്നതോടെ മങ്കടയും ലീഗിനൊപ്പം തന്നെ തുടർന്നു. 2026 ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത് 2006 എങ്ങനെ മങ്കട പിടിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ എങ്ങനെ മങ്കട പിടിച്ചെടുത്തോ അതേ തന്ത്രമാണ്. ഇത്തവണ മുസ്ലിം ലീഗിലെ വിമത ശബ്ദമായ മഞ്ഞളാംകുഴി അലിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചാണ് ഇടതുപക്ഷം മങ്കട പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നത്. മഞ്ഞളാംകുഴിയിലെ ആകട്ടെ തൻ്റെ മണ്ഡലത്തിൽ തനിക്ക് അടിയൊഴുക്ക് ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രചരണത്തിലുള്ളത്. കുന്നത്ത് മുഹമ്മദ് അടിയൊഴുക്ക് എവിടെ നിന്നുണ്ടാകുമെന്ന് പറയാനാകില്ലെന്നും എവിടെ നിന്നുണ്ടായാലും അത് തനിക്ക് അനുകൂലമായിട്ടാകുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നു. ഇനി വളരെ കുറച്ച് സമയം, ഒരുപാട് തവണ സ്ഥാനാർത്ഥി പര്യടനം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? അല്ല, എല്ലാം പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും 2-3 പ്രാവശ്യം ഇപ്പോൾ പോയി. ഇനി നാളെയും മറ്റന്നാളും കൂടി ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവും. മിക്കവാറും എല്ലാ ആൾക്കാരും ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ജനങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ്. ഒരു സംശയമില്ല, ഞങ്ങൾ ഗംഭീരമായ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. ഇത്തവണ മറുവശത്തുള്ളത് ഇത്രയും കാലം UDFനൊപ്പം ഉണ്ടായിരുന്ന അങ്ങേക്ക് വേണ്ടി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ള തരത്തിൽ? അല്ല, അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരാളെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മുൻ മുസ്ലിം ലീഗരൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെല്ലാം ഗംഭീരമായിട്ട് റിയാക്ട് ചെയ്യും. ഒരു സംശയമില്ല, അവർ വളരെ വലിയ രീതിയിൽ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഒരു കണക്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അത് ഡൗൺ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. LDFന്റെ സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് ഉത്സവത്തിന്റെ പൂരത്തിന്റെ തിരക്കിനിടയിൽ വോട്ട് ചോദിക്കുന്ന ഓട്ടത്തിലാണ്. ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്താണ് അവസ്ഥ ഇപ്പോൾ? വളരെ ആവേശത്തോടു കൂടി ഇവിടുത്തെ ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്. ആ യുവാക്കളാവട്ടെ പ്രായമായവരാവട്ടെ എല്ലാ മങ്കടയിലെ എല്ലാ വോട്ടർമാരും കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലീഗിന്റെ ക്യാമ്പിൽ നിന്ന് ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ലീഗിന്റെ എല്ലാ പോയിന്റും അറിയുന്ന ഒരാളാണ് നിങ്ങൾ.
സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് ഇത്തവണ അങ്ങേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് പല ലീഗ് നേതാക്കളും പങ്കുവെക്കുന്നത്. അങ്ങനെയാണോ അതിന്റെ കാര്യം? അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം. തെരഞ്ഞാൽ കാണൂല, റിസൾട്ട് വരുമ്പോഴേ കാണുള്ളൂ. എവിടുന്നാ പോകണമെന്ന് അറിയില്ല. അടിയൊഴുക്കുണ്ടാവും. അടിയൊഴുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അതിനെ മറിക്കാൻ വേണ്ടി പല ഐഡിയകളും പല തന്ത്രങ്ങളും ഉണ്ടാവും. പലരും സംസാരിച്ചു, പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് ഈ ഇതിലേക്ക് നിന്നിട്ടുള്ളത്. ഒരു ഓഡിയോ പുറത്തുവിട്ടതൊക്കെ വല്ലാതെ ചർച്ചയാവുന്നുണ്ട്. പഴയ കാലങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. അന്നൊന്നും പിന്നെ ഇടതുപക്ഷം പിന്തുണക്കുന്ന സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ പലതായിട്ട് ക്ലിപ്പിംഗ് ജോയിൻ ചെയ്തിട്ട് വന്ന സംഭവമാണ്. എഡിറ്റ് ചെയ്ത് വന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? കണക്കൂടല് അത് പറയാനായിട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ഒരു ട്രെൻഡ് അവസാനം വരെ നിലനിൽക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അതിനെ പറ്റി പറയാൻ പറ്റില്ല. അഹങ്കാരത്തോടു കൂടി ഒന്നും പറയില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. അഹങ്കാരം നമ്മളെ ഭാഗത്തുനിന്ന് പാടില്ല എന്നുള്ളതായിരിക്കണം. ജയം ഉറപ്പാണ്. ജനങ്ങളുടെ പെരുമാറ്റവും പിന്തുണയും കാണുമ്പോൾ വലിയ പ്രതീക്ഷ. കാത്തിരിക്കുകയാണ് ആൾക്കാർ. ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് 2006 മഞ്ഞളാംകുഴിയിലൂടെ മങ്കട പിടിച്ചെടുത്ത അതേ ചരിത്രം ആവർത്തിക്കുവാനാണ് കുന്നത്ത് മുഹമ്മദിലൂടെ. മങ്കടയിലെ അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാകും എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലീഗിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും തനിക്കെതിരെ പോകില്ല എന്ന് മഞ്ഞളാംകുഴിയിൽ ഉറപ്പിച്ചു പറയുമ്പോൾ കുന്നത്ത് മുഹമ്മദ് പ്രതീക്ഷിക്കുന്നത് അലിക്കെതിരായ മുസ്ലിം ലീഗിനുള്ളിലെ വോട്ടുകളാണ്. എന്താണെങ്കിലും മങ്കടയിലെ മത്സരം ആവേശോജ്വലമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. CB അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദിന്റെ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോഴും മനസ്സിലുയർന്ന ചോദ്യം അടിയൊഴുക്കുണ്ടാകുമോ എന്നതാണ്. തീർച്ചയായും രേണുക, അടിയൊഴുക്ക് എന്നത് തന്നെയാണ് മങ്കട മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരിക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഞ്ഞളാംകുഴിയിലേക്കെതിരെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് വിമതനായി നിൽക്കുന്ന അല്ലെങ്കിൽ വിമതനായ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ LDFിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദിന് കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, ഏറെക്കാലം മങ്കട മണ്ഡലത്തിൽ SFIക്കെതിരെയും DYFIക്കെതിരെയൊക്കെ ശക്തമായ പ്രക്ഷോഭങ്ങളും അതേപോലെ സമരങ്ങളൊക്കെ നടത്തിയ ആളാണ് കുന്നത്ത് മുഹമ്മദ്. ഇതേ കുന്നത്ത് മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ ഉള്ളവർ തന്നെ പൂർണ്ണമായിട്ടും ഒപ്പം നിൽക്കുമോ എന്നുള്ളത്. ഒരുപക്ഷെ മഞ്ഞളാംകുഴിയിലേക്ക് ഇവരെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അടിയൊഴുക്ക് തിരിച്ച് ലീഗിലേക്ക് ഉണ്ടാകുമോ, UDFിലേക്ക് ഉണ്ടാക്കുമോ എന്ന ആശങ്ക. ഇത് രണ്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തന്നെ ഈ ഒരു അടിയൊഴുക്കിൻ്റെ ആശങ്കയുണ്ട്. കാരണം രണ്ടുപേരുടെയും ചരിത്രം, പശ്ചാത്തലം അത്തരത്തിലുള്ളതാണ്. രണ്ടുപേരും മഞ്ഞളാംകുഴിയിൽ മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ നേതാവായിരുന്നു, അവിടുത്തെ MLA ആയിരുന്നു. കുന്നത്ത് മുഹമ്മദ് മുമ്പ് ലീഗിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഈ രണ്ട് പാർട്ടികളിലും രണ്ടുപേർക്കും സ്വാധീനമുണ്ട് എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഞ്ഞളാംകുഴിയിലെ ശക്തി കേന്ദ്രങ്ങൾ കൃത്യമായും കുന്നത്ത് മുഹമ്മദിന് അറിയാം, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം ആശങ്കകൾ മഞ്ഞളാംകുഴിയിലേക്കുമുണ്ട്. അതേസമയം ഇടതുപക്ഷത്തിനാകട്ടെ കുന്നത്ത് മുഹമ്മദിനേക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ കിട്ടുമോ എന്നൊരു ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മങ്കട മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഈ അടിയൊഴുക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഒരു സസ്പെൻസ് നിറഞ്ഞ പ്രചരണം തന്നെയാണ് മങ്കടയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. രേണുക. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഇല്ല എന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പാലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കോഴിക്കോട് NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ. മാത്തോട്ടം മുതൽ നടുവട്ടം വരെ 1 കിലോമീറ്റർ ദൂരമായിരുന്നു റോഡ് ഷോ. തിരുവനന്തപുരത്തും എറണാകുളത്തും അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും.
മുഖ്യമന്ത്രി ആരെന്നതിൽ കേരളത്തിലെ കോൺഗ്രസിൽ തർക്കമുണ്ടാവില്ല എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കേരളത്തിൽ CPM-ഉം BJP-യും ഒരു മുന്നണി പോലെ പ്രവർത്തിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാത്തത് ഇതിനാലാണെന്നും DK ശിവകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നമുക്കൊപ്പം ചെയ്തു. സർ, വെൽക്കം ടു കേരള. വാട്ട്സ് ദ എക്സ്പെക്ടേഷൻ ഇൻ കേരള ഇൻ റീസെന്റ് ഇലക്ഷൻ? We all live on hope. But today I am coming with full of vigor and confidence. The people of Kerala have seen 10 years of rule. Development is at zero. Unemployment is at rise. Price rise has gone to sky. The only solution is the UDF, and people needs a change, and the UDF is going to come to power. I am very confident UDF will change the destiny of this Kerala. So the people wants a change and UDF will come to power. You and left parties is the common front in central fight with the BJP, fight against the BJP. How is it possible in Kerala is in two fronts? Where is left party is fighting against BJP? Left LDF and BJP have already aligned. See, in Kerala, in Karnataka, I am example. For nothing they raided me. For nothing they put cases against Rahul Gandhi and they disqualified him from the parliament. Because you elected, Kerala people elected from the parliament. They did wanted to be in the Lok Sabha. He travelled from Kanyakumari to Kashmir. They did not digest that. So they disrespected Kerala voters. Now the time has come. Now not even a single case. They filed cases in West Bengal. They filed cases in Tamil Nadu. They filed cases in Telangana. They filed cases in Kerala, in Karnataka, not in Kerala. Why temple issue was not been, Ayyappa temple gold issue was not been given to CBI? You gave every cases in every state to CBI and ED. Why? There is a alliance. There is a interest between both of them. They are the partners, unofficial partners. Only on media they are giving statement. But we know that they can't. Though they had a double engine type of government, they could not develop Kerala. Not even a single development I have seen in the last 10 years. For the port, they said no. For the airport, they said no. For highways, they said no. A way, and we have developed. All the protests they used to do, that is why no development has taken place. But UDF will give opportunity for new people. That is why we have given guarantees so that new people should also be more stronger. Youngsters should be stronger. Unemployment problem should be sorted out. Now the biggest crisis in UAE will again give a problem to this country and especially Kerala. We should be ready. The next answer is only UDF. In Kerala, UDF raising Sabarimala is a main issue. How to expect it's how to reflect in Kerala in recent election? See, it is the faith. It is a God-owned country. People love culture and religion. Kerala is known for humanity. We respect all religion, all section of the society. So Sabarimala, entire country, world come to Sabarimala. It is a God. It is a holy place. If you have a theft in the holy place, it is the root. What is the? It is the root. If you are not giving respect, what has happened in Sabarimala? Why you are not? CBI is not taking that case. A small FIR, CBI can enter. Why CBI is not entering Sabarimala case? This itself is an example, the nexus between the LDF and the BJP. Another thing is, in so many leaders in Kerala, like B.D. Sadishan, K.C. Venugopal and Ramesh Chinnathila are also here.
if UDF win, who is the chief minister? It's a real question in Kerala. There is no leader in Kerala. There are all only workers in Kerala. The Congress party, all of them will sit together and decide, worker will decide the leader. What's your campaign strategy in Kerala in last days here? My strategy is only to appeal to the people, give them assurance and give them guarantee. Our Indira guarantee will work. Kerala will prosper. Okay, thank you, sir. എന്തായാലും DK ശിവകുമാർ, കേരളത്തിൽ CPM-ഉം BJP-യും വലിയ അലയൻസായി മുന്നോട്ട് പോകുന്നു. അതിനെതിരെ കേരളം ജനവിധി എഴുതും എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹവും സ്വീകരിക്കുന്നത്. ഇതുതന്നെയാണ് UDF-ന്റെ സ്ട്രാറ്റജികൾ ഉയർത്തിക്കാട്ടാൻ പോകുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ് 18. രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ടായാൽ വനിതാ പ്രവർത്തകർ സ്വയം ബ്ലൌസ് വലിച്ചു കീറണമെന്ന ഇടുക്കി DCC പ്രസിഡന്റിന്റെ പ്രസ്താവന വിവാദമാകുന്നു. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സ്ത്രീകളെ ഉപയോഗിച്ച് വ്യാജ പരാതികൾ നൽകുമെന്ന സന്ദേശമാണ് CP മാത്യു നൽകിയതെന്നാണ് ആരോപണം. യുവമാർ മാത്രമുള്ള ഈ ഗുണ്ടകളുണ്ടെന്നല്ലേ പറയുന്നത്. നമ്മളെ ഗുണ്ടകളൊന്നുമില്ല, നല്ല ചെറുപ്പക്കാർ 19 പേരൊന്നുണ്ടാവും. കാപ്പി പത്രമായിട്ട് ചുമ്മാ മറ്റേ ഈ നെഞ്ഞാമിഞ്ഞ സാധനങ്ങളൊക്കെ പോകുന്നത്. കാപ്പി പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തു. ക്യാമ്പിന് പോയിരുന്ന രാജേഷിയെ ുമാരുടെ ബോർഡ് കാണുന്നുണ്ട്. മുനിമാർക്ക് മാത്രമല്ല ബോർഡ് കയറാൻ അറിയാവുന്നത്. കണ്ട ബോർഡെല്ലാം കൊണ്ട് വലിച്ച് താടിയിട്ട് ചവിട്ടിക്കൂട്ടി. അപ്പോൾ ഇവരെ അറിഞ്ഞു വന്ന 10 പേരേ ഉള്ളൂ. യോഗത്തിൽ PT ഈശ്വരസ്വാമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പോൾ പറഞ്ഞതേ നമ്മുടെ ഒരാളെ ഓടിച്ച് ഭാഗ്യം കയറ്റിയേക്കാന്ന് പറഞ്ഞു. അവനല്ല ഈ സാധനം മുട്ടിയുള്ളത് അങ്ങനെ എടുത്തിരിക്കാന്ന് തരാം. അപ്പോൾ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട്, ലിസി എന്ന് പറയുന്ന ഒരു സായിപ്പൻ്റെ മോള്. അയാൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാജേശ്വരി പറഞ്ഞു, അടുത്ത് കൊന്നു കഴിഞ്ഞാൽ അന്നേരം ബ്ലൗസ് വിൽക്കണം. രാജേശ്വരി ആദിവാസിയാണ്. പിന്നെ വകുപ്പെല്ലാം അവിടെ നമുക്കറിയാൻ ചെയ്യേണ്ട കാര്യം. ശശി തരൂർ പങ്കെടുത്ത വണ്ടിപ്പെരിയാർ യോഗത്തിൽ വേദിയിൽ വെച്ച് DCC പ്രസിഡന്റ് CP മാത്യു ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പരസ്യമായി തല്ലിയതും കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. ഇടുക്കിയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള അമർഷമാണ് മാത്യുവിന്റെ വിവാദ നടപടികൾക്ക് പിന്നിലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയും. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വിദ്വേഷ പ്രസംഗം. UDF മുള്ളേരിയ കുടുംബ സംഗമത്തിൽ വനിതാ ലീഗ് നേതാവ് ആയിഷത്ത് ഫർസാനിയാണ് കപട മതവിശ്വാസി എന്നർത്ഥം വരുന്ന മുനാഫിക് എന്ന പദപ്രയോഗം നടത്തിയത്. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്. കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി നടത്തുന്ന റിഫ്രഷർ ട്രെയിനിംഗ് ഈസ്റ്റർ ദിനത്തിൽ നിശ്ചയിച്ചത് അനുചിത നടപടിയാണെന്ന് കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T സിദ്ദിഖ്. ഈസ്റ്ററിന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പ്രതിഷേധാർഹമാണെന്നും സിദ്ദിഖ് പറഞ്ഞു. ഇലക്ഷന്റെ റിഫ്രഷർ കോഴ്സ് ഇന്ന് വെച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന, നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റാണ്. ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതുപോലെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന. ഞാൻ ഇന്നലെ കലക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ശരിയല്ല എന്നുള്ള കാര്യവും സൂചിപ്പിച്ചു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇതുപോലെ കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേറെ സമയം കണ്ടെത്തണമായിരുന്നു. ഇന്നത്തെ ദിവസം മാറ്റിവെച്ചുള്ള സമയം കണ്ടെത്തണമായിരുന്നു. അതിന് എന്തൊക്കെ മെക്കാനിസം ഉണ്ട്? ഈ ഈസ്റ്റർ ദിവസം പോലെയുള്ള പരിപാവനമായിട്ടുള്ള ദിവസം തന്നെ ഇത്തരം കോഴ്സുകൾ നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും എടുത്ത തീരുമാനം ഒരിക്കലും ഉചിതമല്ല. അതിൽ കടുത്ത നിരാശയും പ്രതിഷേധവും അതിൽ രേഖപ്പെടുത്തുക. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് കാണാനുള്ള അവസരം മുഖ്യമന്ത്രി നിഷേധിച്ചെന്ന് നടൻ പ്രേംകുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ സമയമില്ലെന്ന മറുപടിയാണ് കിട്ടിയത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് പുറത്തു പോകേണ്ടി വന്നത്. സഹപ്രവർത്തകരോട് യാത്ര പറയാനുള്ള അവസരം പോലും തന്നില്ല. കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്നതോടെയാണ് അനുനയത്തിനായി പാർട്ടി വന്നത്. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോഴെന്നും പ്രേംകുമാർ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മാറ്റും എന്നുള്ള വാർത്തകൾ അല്ല, ഇത് അപ്പോഴില്ലാന്ന് പറയല്ലേ? ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് പറയുന്നു. വാർത്തകൾ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും ഒന്നുമല്ല. അപ്പോൾ ഇവർ ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മന്ത്രി നേരിട്ട് സജി ചെറിയാൻ നേരിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ സംസാരിച്ചു. മിനിസ്റ്ററോട് കാണുമ്പോഴും അത്
ഒന്നും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഇത് പറയുന്നില്ല. അല്ല, മന്ത്രി നേരിട്ട് താങ്കളോട് സംസാരിച്ചപ്പോൾ ഇല്ല, അങ്ങനെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ താങ്കളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു നൽകിയിരുന്നു. കൃത്യമായി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വീണ്ടും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ നമ്മുടെ ആ ഒരു സ്ഥാനത്ത് അവർ കണ്ടിരിക്കുന്നു എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ വീണ്ടും വാർത്തകൾ വരുമ്പോൾ ഇത് വീണ്ടും വ്യക്തത വരാത്തൊരവസ്ഥയിൽ ഇതെനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാർത്തകൾ. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടും ചില ശ്രമങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയോട് ഇതിനൊരു കാര്യം, എനിക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി എനിക്ക് ഇത് കിട്ടുന്നില്ല. മാറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നുണ്ടെങ്കിലും വാർത്തകൾ വരുന്നു. അപ്പോൾ വാർത്തകൾ വരുന്ന ആൾക്കാരോട് ഞാൻ ചില ആൾക്കാർ എനിക്ക് സൗഹൃദമുള്ളവരോട് ചോദിക്കുമ്പോൾ അല്ലാതെ അങ്ങനെ കൃത്യമായിട്ടുള്ള വാർത്തയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കതൊരു ആകെ കൺഫ്യൂഷനായി. ഞാൻ CM-ന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമം നടത്തി. 1-2 പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. കാണാനുള്ള ഒരു ഇത് പല കാരണങ്ങളാൽ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. സ്ഥിരം നിയമനം അല്ലെങ്കിൽ കൂടി താങ്കളാണ് അതിന്റെ ചുമതലയിലാണല്ലോ, 1 വർഷമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ എന്തോ എനിക്കത് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്ന വാക്ക് തന്നെ ഞാനോട് ഉപയോഗിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ PS ആയിട്ടുള്ള നമ്മുടെ മുൻ MLA കൂടിയായിരുന്ന പ്രദീപ് കുമാർ, അദ്ദേഹം എൻ്റെ നല്ലൊരു സൗഹൃദമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ പല തവണ ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, തിരിച്ചെന്നെ വിളിക്കുന്നുമില്ല. അപ്പോൾ എനിക്കെന്തോ ഇതിനകത്തൊരു സ്വാഭാവികത തോന്നി എന്നുള്ള സത്യമാണ്. പിന്നീടാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം, ഇതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ഇങ്ങനെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചിരുന്നു അല്ലേ? അങ്ങനെ അതിനുശേഷമാണ് ഈ പിറ്റേ ദിവസം അവാർഡ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന അവാർഡ് അത് 1-ാം തീയതി, നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പിന്നീട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നത് 3-ാം തീയതിയിലേക്ക് മാറ്റി, അത് തൃശ്ശൂരിലേക്ക് മാറ്റി. ഇതിനിടയിൽ പുതിയ ഒരു ചെയർമാൻ വരുന്നു. അപ്പോൾ ഇവിടെയുള്ള വിഷയം, എൻ്റെ വിഷയമെന്ന് പറയുന്നത് എന്നെ മാറ്റിയ വിവരം അറിയിച്ചില്ല, പുതിയൊരു ചെയർമാൻ വരുന്ന വിവരം അറിയിച്ചില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിയുടെ ഓഫീസും താങ്കൾക്ക് ഇതിനെ പറ്റി ഒരു വ്യക്തത തന്നില്ല. എനിക്ക് തന്നില്ല. അല്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലല്ലോ, അതിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ഇത് പിന്നീട് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഇങ്ങനെ മാറ്റിയെന്നുള്ള വാർത്ത കൃത്യമായി വരികയാണ്. പിന്നെ എനിക്ക് ആ ഓഫീസിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തുള്ളൊരു വിഷമം പറ്റിയത്, പിന്നെ എൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഈ 2-3 വർഷം എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരോടൊരു നന്ദി പറയാൻ പോലുമുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മാന്യമായ ഒരു യാത്രയിപ്പോൾ നൽകണമെന്നൊന്നും ഞാൻ പറയില്ല. അത്ര ഒരു മികച്ച പ്രവർത്തനമൊന്നും ഇവിടെ കാഴ്ചവെച്ചൊന്നും ഞാൻ സ്വയം അവകാശപ്പെടാറുന്നില്ല. പക്ഷേ പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒക്കെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. അലക്ഷ്യമായി എത്തിയ കാറിടിച്ച് മരിച്ച തിരുവനന്തപുരം ഒരുവാതിൽ കോട്ട സ്വദേശി കൃഷ്ണലാലിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം, വൃക്ക, കരൾ, നേതൃപടലം എന്നിവയാണ് ദാനം ചെയ്യുന്നത്. രോഗിയായ അച്ഛന് ഭക്ഷണം വാങ്ങാൻ സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു അമിത വേഗത്തിൽ ദിശ തെറ്റിയെത്തിയ കാർ കൃഷ്ണലാലിനെ. തിരുവനന്തപുരം ആനയറയിലെ ഒരുവാതിൽക്കോട്ട സ്വദേശി 33 വയസ്സുള്ള കൃഷ്ണലാലിന്റെ 6 അവയവങ്ങളാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് പുതുജീവനേകുന്നത്. കഴിഞ്ഞ ദിവസം പിതാവിന് ഭക്ഷണം വാങ്ങാനായി സൈക്കിളിൽ പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണലാലിനെ ദിശ തെറ്റിച്ച് വന്ന വാഹനം, കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കാർ ഓടിച്ചിരുന്നയാൾ ഇപ്പോൾ റിമാൻഡിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്. മാത്രമല്ല ഈ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് കുടുംബം ഒത്തൊരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു അവയവദാനം നടത്താമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും എയർപോർട്ടിലേക്ക് റോഡ് മാർഗവും അവിടെ നിന്ന് എയർ ആംബുലൻസിലായിരിക്കും കോട്ടയത്തിലേക്ക് എത്തിക്കുക. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയം കൈമാറുന്നത്. മറ്റ് 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളും അടക്കം 6 ഹൃദയമടക്കം 6 അവയവങ്ങളാണ് 6 പേർക്ക് ജീവനേകാൻ പോകുന്നത്. ഈ ഒരു കൃഷ്ണലാലിന്റെ അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം അച്ഛന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടാവുകയും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം നടന്നത്. 2 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം ഇവിടെ നിന്നും കോട്ടയത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് അവയവങ്ങൾ, നേത്രപടലങ്ങളും ഒപ്പം വൃക്കയും അടക്കമുള്ള അവയവങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആശുപത്രികളിലേക്കാണ് ദാനം ചെയ്തിരിക്കുന്നത്. എന്തിനായാലും ഈ ഒരു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും വീണ്ടും ഒരു അവയവദാനത്തിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്.
എന്തായാലും അവയവദാനവുമായി ബന്ധപ്പെട്ട ഹൃദയത്തിന്റെ ദാതാവിലേക്ക് ഇന്ന് വൈകുന്നേരത്തിനോട് തന്നെ പ്രക്രിയകൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഹൃദയം അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രക്രിയകൾ മറ്റും ആരംഭിക്കുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,435 രൂപ, പവന് 91,480 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു.